ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 39. യോഗമായ വർണ്ണനം. ശ്ലോകം 1-2. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 1. ഭവന്തമയമുദ്ദുഹൻ യദുകുലോദ്ദഹോ നിസരൻ ദദർശ ഗഗനോജ്ജലം ജലപരാങ്കളിന്ദാത്മജാം അഹോ സലില സഞ്ജയ സപുനം ഐന്ദ്രജാലോദിതോ ജലൗഘൈവ തത്ക്ഷണാൻ പ്രവദമേയദാമായയൗ. അന്വയം. അർത്ഥം: അയം യദുകുലോദ്വഹ, ഈ യദുവംശത്തിന് മഹത്വമുണ്ടാക്കുന്ന വസുദേവൻ, ഭവന്തം അവിടുത്തെ, ഉദ്ദുഹൻ കയ്യിലേന്തിക്കൊണ്ട്, നിസരൻ ഗൃഹം വിട്ടു നടന്നുകൊണ്ട്, പുന പിന്നെ, ഗഗനോച്ഛല ജലപരാം ആകാശത്തിൽ ഉയർന്ന ജലത്തോടുകൂടിയ, കളിന്ദാത്മജാം യമുനയെ, ദദർശ കണ്ടു, സ സലില സഞ്ജയ ആ ജലസമൂഹമാകട്ടെ, ഐന്ദ്രജലോദിത ഇന്ദ്രജാലം കൊണ്ട് നിർമ്മിതമായ, ജലൗക ഇവ ജലപ്രവാഹം എന്ന് തോന്നുമാറ്, തത്ക്ഷണാൻ ഉടൻ തന്നെ, പ്രവതമേയതാം കണങ്കാൽ വരെ എത്തുന്ന സ്ഥിതി, ആയയു പ്രാപിച്ചു, അഹോ ആശ്ചര്യം തന്നെ. ഹരിവും. സാരം: ഉണ്ണികൃഷ്ണനെയും കൊണ്ട് വസുദേവർ നടന്നു ചെന്നപ്പോൾ കാളിന്തി പ്രവാഹം ഉയർന്ന് ആകാശത്തിൽ ഉരുമ്മി നിൽക്കുന്നു. അത് പെട്ടെന്ന് താഴുന്നു. പാദം നനയാൻ മാത്രമേ നദിക്ക് ആഴമുള്ളൂ. ഇതൊരു മഹേന്ദ്രജാലം തന്നെ. യമുനാ പ്രവാഹം എവിടെയോ പോയി മറഞ്ഞു. ഹരിവും. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 2. പ്രസുപ്ത പശുപാലികാം നിവൃതമാരുതൻ ബാലികാം അപാവൃത കവാടികാം പശുപവാടികാമാവിശൻ ഭവന്തമയമർപ്പയൻ പ്രസവതൽപകേ തത്പദാൻ വഹൻ കപടകന്യകാം സ്വപുരമാഗതോ വേഗദാ. അന്വയം. അർത്ഥം: അയം ഈ വാസുദേവൻ, പ്രസുപ്ത പശുപാലികാം ഉറങ്ങിക്കിടക്കുന്ന ഗോപാലികമാരോടുകൂടിയതും, നിവൃതം മാരുത ബാലികാം പതുക്കെ കരയുന്ന പെൺകുട്ടികളോട് കൂടിയതും, അപാവൃത കപാടികാം തുറന്ന വാതിലോടുകൂടിയതുമായ, പശുപവാടികാം നന്ദഗോപഗൃഹം ആവിശൻ പ്രവേശിച്ചിട്ട്, പ്രസവതൽപകെ പ്രസവക്കിടക്കയിൽ, ഭവന്തം അങ്ങേ, അർപ്പയൻ വച്ചിട്ട്, തത്പദാൻ ആ കിടക്കയിൽ നിന്ന്, കപടകന്യകാം മായാകന്യകയെ, ഉദ്ദുഹൻ എടുത്തിട്ട്, വേഗത വേഗത്തിൽ, സ്വപുരമാഗത സ്വന്തം ഗൃഹത്തിലേക്ക് പോന്നു. ഹരിവും. സാരം: ഗോകുലത്തിൽ എല്ലാവരും ഗാഢ നിദ്രയിലായിരുന്നു. നന്ദഗോപഗൃഹത്തിൻ്റെ വാതിലുകൾ എല്ലാം നല്ലതുപോലെ തുറന്നു കിടന്നിരുന്നു. പെൺകുഞ്ഞ് മന്ദം കരയുന്നുമുണ്ടായിരുന്നു. അതിനാൽ നന്ദഗോപഗൃഹത്തിൽ ആരുമറിയാതെ കയറിച്ചെന്ന് മായാരൂപിണിയായ പെൺകിടാവിൻ്റെ അടുത്ത് ശ്രീകൃഷ്ണനെ കിടത്തി. ആ പെൺകുട്ടിയെ എടുക്കാൻ വസുദേവന് യാതൊരു ക്ലേശവും